യെസ്. അപ്പൊ നമ്മള് 3 സിമ്പിൾ മണി മാനേജ്മെന്റ് സിസ്റ്റം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എല്ലാ വർഷവും എന്റെ ഏണിംഗ് എബിലിറ്റി ഏണിംഗ് എബിലിറ്റി ഏറ്റവും കുറഞ്ഞ 10% ഇംപ്രൂവ് ചെയ്യുക. 2, കഴിഞ്ഞ വർഷം സേവ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ വർഷം സേവ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. 3, ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്തായാലും നമ്മുടെ ഏണിംഗ് എബിലിറ്റി കൂടുമ്പോൾ നമ്മളുടെ ഏണിങ്സ് കൂടും. അത് കൂടുന്നതനുസരിച്ച് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ മൂന്നാമത്തതിനായിരുന്നു ഇന്നലെ നമ്മൾ നിർത്തിയത്. അതായത് നമ്മള് ഈ തുടക്ക സമയത്ത് ലെറ്റ്സ് സേ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ് എന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മൾ ഒരു 5% മാറ്റി വെക്കുന്നു. ഏത്? 500 രൂപ വീതം സേവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതിനുശേഷം ഈ പ്രോഫിറ്റ് 20,000 ആകുന്നു. അപ്പൊ നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണക്കാണല്ലോ. അപ്പൊ നമ്മൾ അതേ പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്യും. ഏത്? 20,000 പ്രോഫിറ്റ് വരുമ്പോഴും ഈ 5%-മായ 1000 രൂപയെ മാറ്റി വെക്കത്തുള്ളൂ. ഇനി അത് 50,000 പ്രോഫിറ്റ് ആയെന്നിരിക്കട്ടെ. അപ്പോഴും 5% നമ്മൾ മാറ്റിവെക്കുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന സേവിങ്സ് എന്ന് പറയുന്നത് 5% മാറ്റിവെക്കത്തുള്ളൂ. കാരണം നമ്മുടെ ശീലം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സേവിങ്സ് ഈസ് എ ഹാബിറ്റ്. അപ്പൊ ഒരു ഹാബിറ്റ് അങ്ങ് ഫോം ചെയ്യാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 5% ഞാൻ സേവ് ചെയ്യും. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാകാൻ പാടില്ല. എന്ത് വേണം? 10,000 രൂപ ഉള്ള സമയത്ത് 5% ആയിരുന്നെങ്കിൽ 50,000 രൂപ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് 15% സേവ് ചെയ്യാൻ പറ്റണം. മനസ്സിലാവുന്നോ? അപ്പം ഓരോ വർഷവും എന്തായാലും ഏണിംഗ് എബിലിറ്റി കൂടുമ്പോൾ ഏണിങ്സ് കൂടും. അപ്പോ സേവിങ്സിന്റെ പെർസെന്റേജ് അതനുസരിച്ച് കൂട്ടണം എന്നാണ് പറഞ്ഞത്. അതിനൊരു വേഗ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നലെ ഒരു പെർസെന്റേജ് ഞാൻ പറഞ്ഞത്. 10%, 15%, 25%, 35%, 50% എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇതൊക്കെ അവരവരുടെ എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അവരവരുടെ ആവശ്യങ്ങളെ ബേസ് ചെയ്തിട്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. ഈ 3 സിമ്പിൾ പ്രിൻസിപ്പിൾസ്, 3 റൂൾസ് ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും they will be cash rich, they will be safe, they will be wealthy. ഉറപ്പാണ്. അവർക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫ് ജീവിക്കാൻ പറ്റും ഈ 3 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഏണിംഗ് എബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏണിങ്സ് കൂടും. സേവിങ്സ് കഴിഞ്ഞ വർഷത്തേനേക്കാൾ കൂടും. ഇപ്പൊ നമ്മൾ പഠിച്ച പെർസെന്റേജും കൂടെ കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ. യെസ്. അപ്പോ ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും. അത് ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന റോബർട്ട് കിയോസാക്കി, അദ്ദേഹത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് മേടിക്കാൻ പാടില്ല, വാടകയ്ക്ക് താമസിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന്. റോബർട്ട് കിയോസാക്കിയുടെ പ്രശ്നം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ പ്രശ്നം നിൽക്കുന്നത്, ഇവരൊക്കെ സംസാരിക്കുന്നത് ഏണിങ്സ് സ്റ്റേബിൾ ആയി നിൽക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് കിട്ടുന്ന പൈസ അകത്തുനിന്ന് മാറ്റി വെക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഒരാള് പോലും ആ ഏണിങ്സ് കൂട്ടുന്ന എബിലിറ്റിയെ കൂട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒന്നുകൂടെ, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏണിങ്സ് കൂട്ടണമെന്ന് കേട്ടിട്ടുണ്ട്, അതിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഏണിങ് എബിലിറ്റി കൂട്ടണമെന്ന് ഇവരാരും പറയത്തില്ല. കാരണം അവർക്കത് അറിയത്തില്ല. അവർക്ക് ആ ഏണിങ് എബിലിറ്റി അവർ കൂട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടും എന്ത് പറയാത്തത്? ഈ ഏണിങ് എബിലിറ്റിയെ കുറിച്ച് പറയാത്തത്. ആ എബിലിറ്റി കൂട്ടുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ, അതിന്റെ ഗുണഫലങ്ങൾ അറിയത്തുള്ളൂ. മനസ്സിലാവുന്നോ? അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുക, ഒരു സ്കെയിലബിൾ ബിസിനസ്, അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം സ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്. ഈ 3 കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകത്തെ കുറിച്ച്, വെൽത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. വൈ? ഇതിന്റെ അകത്ത് മാത്രമേ ഈ 3 പ്രിൻസിപ്പിൾസ് നടപ്പാക്കാൻ പറ്റൂ.
ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഞാൻ എന്റെ ഏണിംഗ് എബിലിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എനിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരൊരു സ്കെയില് വെച്ചിട്ടുണ്ട് അല്ലേ? അതിനപ്പുറത്തോട്ട് നമുക്ക് തരത്തില്ല, നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ എംപ്ലോയീസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസും ബാങ്ക് എംപ്ലോയീസും ഒന്നും കൂടുതൽ മെനക്കെടാത്തത്. കാരണം എന്താ? ദേ ഹാവ് എ സീലിംഗ്, ദേ ഹാവ് എ ലിമിറ്റേഷൻ. സോ ആർക്കൊക്കെ ഈ കൂട്ടത്തിൽ ലക്ഷറി ലൈഫ് വേണ്ടേ? ലക്ഷൂറിയസ് ആയിട്ട് ഒരു ലൈഫ് വേണമെങ്കിൽ യു നീഡ് ടു ഇംപ്രൂവ് യുവർ ഏണിംഗ് എബിലിറ്റി. ഞാൻ മനസ്സിലാക്കിയ കാര്യം, എനിക്കൊരു ഒരു മിഡിൽ ക്ലാസ് ലൈഫ് മതിയെങ്കിൽ യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ ഏണിംഗ്സ്. ഇഫ് യു നീഡ് എ ലക്ഷറി ലിവിംഗ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ഏണിംഗ് എബിലിറ്റി. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാര് കുറെ ഉണ്ടാക്കിയിട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് വിറ്റുമുടിച്ചൊക്കെ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ ലക്ഷറിയിൽ ജീവിക്കാം. പക്ഷെ നമ്മുടെ മക്കള് ദരിദ്രവാസികളായിരിക്കും. മനസ്സിലായോ? പക്ഷെ നമ്മള് നമ്മുടെ ഏണിംഗ് എബിലിറ്റി കൂട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷറി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ കൂട്ടത്തിൽ ആരൊക്കെ മിഡിൽ ക്ലാസ് ഉണ്ടോ, ആരൊക്കെ ലക്ഷറി ആഗ്രഹിക്കുന്നുണ്ടോ, യു ഹാവ് ടു ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ യുവർ ഏണിംഗ് എബിലിറ്റി. ഫോക്കസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. കാരണം ഏണിംഗ് എബിലിറ്റി കൂടി കഴിയുമ്പോൾ നമ്മളുടെ ഏണിങ്സ് ഓട്ടോമാറ്റിക്കലി കൂടി 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 വരും. അപ്പൊ ഈ ലക്ഷറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇറ്റ്സ് ജസ്റ്റ് എ ടൈനി പാർട്ട് ഓഫ് യുവർ ഏണിങ്സ്. ഇപ്പൊ ഐഫോൺ എടുത്തപ്പോ അതിന് താഴെ വന്ന് ഒത്തിരി കമന്റ്, കേരളത്തിൽ ആദ്യത്തെ മണ്ടൻ, ഇവനൊക്കെ എന്താണ് 2 ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കുന്നു, മണ്ടൻ. എടാ, എന്റെ ഏണിങ്സിന്റെ ഒരു ഒരു പോയിന്റ് പെർസെന്റേജ് പോലും ഇല്ല നീ പറയുന്ന ആ ലക്ഷറി എന്ന നിന്റെ കാഴ്ചപ്പാടിലായി. കാരണം എന്താ? നീ അതിനെ കാണുന്നത് നിന്റെ ഏണിംഗ് എബിലിറ്റിയെ കണക്ട് ചെയ്തിട്ടാ. റോബിൻ സാർ ശരിയല്ലേ? അവരതിനെ വിലയിരുത്തുന്നത് അത് ലക്ഷറി ആയിട്ട് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? ഒരു വർഷത്തെ അവന്റെ വരുമാനമാണ് ആ ഫോണിന്റെ വില. ഷായി ചേട്ടാ ശരിയാണോ? രാജേഷ് ഡോക്ടറെ, ഇതാണ് അവരുടെ പ്രശ്നം. അവന്റെ യഥാർത്ഥ പ്രശ്നം അവന്റെ ഏണിംഗ് എബിലിറ്റിയാണ്. ഏണിംഗ് എബിലിറ്റി ഉള്ളവർക്ക് ലക്ഷറി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് പീനട്സ് ഓഫ് ദെയർ ഏണിങ്സ്. അപ്പൊ ഇപ്പൊ ആരോ ഒന്ന് ചോദിക്കുന്നത് കേട്ടു, എന്താണ് ഈ പറയുന്ന ഏണിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ് എന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അഭിരാജ് ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അഭിരാജ് എന്താ ചെയ്തത്? അഭിരാജ് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അത് അവന്റെ ഏണിംഗ് എബിലിറ്റി കൂട്ടുകയാണ്. ഒരു പബ്ലിക് സ്പീക്കർ ആകാനുള്ള എബിലിറ്റി കൂട്ടുക. എൻ്റെ അടുത്ത് മാത്രം പഠിച്ചാൽ പോരാ. അത് ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് മാത്രം പഠിച്ചാൽ പോരാ. കാരണം ഞാൻ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, ഞാൻ ബിസിനസ് ആണ് അപ്പൊ എന്നെ കണ്ട് നിനക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം. ഞാൻ പഠിപ്പിക്കുന്ന രീതി, ഞാൻ നിൽക്കുന്ന രീതി, ഞാൻ പറയുന്ന രീതി, ഞാൻ ടോപ്പിക് ഉണ്ടാക്കുന്ന രീതി, അത് പ്രസന്റ് ചെയ്യുന്ന, ഇതൊക്കെ നിനക്ക് എന്നെ കണ്ടു പഠിക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം അഭിരാജ് ഗ്രൂപ്പിലിട്ടില്ലേ, കോഴിക്കോട് ഏതോ പ്രോഗ്രാമിന് പോയെന്ന്. അതെന്താണ്? അവിടെ പോയത് ഒരു സെഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ഐസ് ബ്രേക്കിംഗ് ഇവന്റുകൾ കൊണ്ടുവരാം, എന്തൊക്കെ പ്രോഗ്രാമുകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രസകരമായ രീതിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം, ഇതൊക്കെയാണ് അവിടെ പഠിപ്പിച്ചത്. അഭിരാജ് അതിന് പൈസ മുടക്കി 5000 രൂപ മുടക്കി അവിടെ പോകുമ്പോ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അടുത്ത ക്ലാസ്സുകളിൽ അഭിരാജിന് അവിടെ പഠിച്ച ആ ഐസ് ബ്രേക്കിംഗ് സംഭവങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പം കുറച്ചും കൂടെ വാല്യൂ ഫീൽ ചെയ്യും ഓഡിയൻസിന്. അഭിരാജിന് പേയ്മെന്റ് കൊടുക്കുന്ന ഓഡിയൻസിന്. ശരിയല്ലേ? അവിടെ എന്തുണ്ടാവും? ഒരു കോൺഫിഡൻസ് കൂടുതൽ, ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് അഭിരാജിന് ബോധ്യപ്പെടും. അഭിരാജ് സ്വാഭാവികമായിട്ടും അതിന്റെ അടുത്ത ക്ലാസ്സിൽ റേറ്റ് കൂട്ടും. ആണോ? ഇപ്പൊ 5000 രൂപയാണ് മേടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 6000ത്തിലേക്കും 7000ത്തിലേക്കും പോകും. വീണ്ടും പോവുകയാണ്. ഇപ്പൊ കോഴിക്കോടാണ് പോയി പഠിച്ചതെങ്കിൽ അടുത്തത് ഡൽഹി പോയി പഠിക്കുകയാണ്. കുറച്ചുകൂടെ
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഇവിടെ പോയപ്പോ 5000 രൂപ കൊടുത്താ പഠിച്ചേ, അപ്പം 1000 രൂപ ഫീസ് കൂട്ടാൻ പറ്റി. ഇനി ഒരു 50,000 രൂപ കൊടുത്തിട്ട് ഡൽഹി പോയി പഠിക്കുക, അപ്പൊ എന്താകും? ഒരു 3000 രൂപ കൂടെ കൂട്ടാൻ പറ്റും. കാരണം എന്താ? അഭിരാജിന്റെ ക്ലാസ് എടുക്കാനുള്ള എബിലിറ്റി കൂടി. ഇനി അഭിരാജ് ഒരു 5 ലക്ഷം രൂപയുടെ കോഴ്സിന് ജോയിൻ ചെയ്തു, അഭിരാജിന് എന്ത് ചെയ്യാം? ഈ 10,000 എന്നുള്ളത് 15,000 ആയിട്ട് മാറ്റാൻ പറ്റും. കാരണം എന്താ? അഭിരാജിന്റെ എബിലിറ്റി കൂടി, അപ്പോ കൊടുക്കുന്ന വാല്യൂ കൂടി, അപ്പോ മേടിക്കുന്ന ഫീസും കൂടും. ഇനി ഒരു 50 ലക്ഷത്തിന്റെ പോയി, അഭിരാജിന് ഈസി ആയിട്ട് 1-2 ലക്ഷം രൂപ മേടിക്കാൻ പറ്റുന്ന ഇതിലേക്ക് എത്തും. അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്നും പറഞ്ഞ് എത്തില്ല, ആ പഠിക്കുന്ന കാര്യം എബിലിറ്റിയായി കൺവേർട്ട് ചെയ്താൽ അവന്റെ കഴിവ്, മറ്റേത് ലേണിങ്സ് ആണ്, അവിടെ പോയി പഠിച്ചത് ലേണിങ്സ് ആണ്, അതവൻ ഇംപ്ലിമെന്റ് ചെയ്ത് ആ കഴിവ് സ്വായത്തമാക്കുമ്പോ ഇറ്റ് വിൽ ബിക്കം ഹിസ് എബിലിറ്റി. കറക്റ്റ്? അങ്ങനെ ആയി കഴിയുമ്പോ ഈ 5000 രൂപ മേടിക്കുന്ന ആളിന് 1-2 ലക്ഷം രൂപ മേടിക്കാൻ പറ്റും, 2-5 ലക്ഷം രൂപ മേടിക്കാൻ പറ്റും. ആ അഭിരാജ് എന്ന പേര് അങ്ങോട്ട് മാറ്റിയിട്ട് അനിൽ ബാലചന്ദ്രൻ എന്ന് എഴുതിയാൽ മതി. എന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്, എന്റെ കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ ക്ലാസ്സുകൾക്കൊക്കെ എനിക്ക് കിട്ടുന്നത്, എനിക്ക് പേയ്മെന്റ് പറയാൻ പേടിയായിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ടും എനിക്ക് 40,000 രൂപ ആദ്യത്തെ ക്ലാസ്സിന് കിട്ടി. അത് പിന്നെ 50 ആക്കി, പിന്നെ അത് 75 ആക്കി, പിന്നെ അത് 1 ആക്കി. ആദ്യമായിട്ട് 1 ആക്കുന്നത് ആന്റണി സാറിന്റെ അടുത്താണ്, പവിഴം ആന്റണി സാറിന്റെ അടുത്ത്. അത് പിന്നെ 2 ആക്കി, പിന്നെ അത് 5 ആക്കി, ഇപ്പൊ 10 ആക്കി. ഇനി ഇതാണ്ട് ജനുവരി 1 തൊട്ട് സന്തോഷ വാർത്തയുണ്ട്, 15 ആക്കാൻ പോകുന്നു എന്നുള്ള. കാരണം എന്റെ എബിലിറ്റി കൂടുക. റോബിൻ സാറെ ചിരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ ഏണിംഗ് എബിലിറ്റി കൂടുമ്പോ എനിക്ക് ഏണിങ്സ് തരേണ്ടത് നിങ്ങളാണ്. ഞാൻ ആർക്ക് ആ എബിലിറ്റി കൊടുക്കുന്നോ അവിടെ നിന്ന് ഞാൻ കൂടുതൽ പൈസ മേടിക്കും. മനസ്സിലാവുന്നോ? ഇനി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പയ്യൻ, അവനൊരു കോഴ്സ് പഠിക്കാൻ പോവാണ്, ഫേസ്ബുക്കിൽ എങ്ങനെ കൂടുതൽ ലീഡ്സ് നേടാം, ജെനുവിൻ ലീഡ്സ് നേടാം. അവൻ പോയി അത് പഠിച്ചിട്ട് വരുന്നു. ആനന്ദേ, സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ അവന് കൊടുത്ത 10,000 കൊടുത്താൽ പോരാ. അവൻ പറയാണ്, ഞാൻ ജെനുവിൻ ലീഡ്സ് എടുത്ത് തരും, പക്ഷെ എനിക്ക് 15,000 രൂപ തരണം. ഓ റെഡി, ലീഡ്സ് തന്നാ മതി. ഇതാണ് ഏണിംഗ് എബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഏണിംഗ് എബിലിറ്റി. ഓരോരുത്തർക്കും അവരവരുടെ ഏണിംഗ് എബിലിറ്റി ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ രാജേഷ് ഡോക്ടർ ഇടയ്ക്ക് മുംബൈയില് ഇതിന് പോയില്ലേ ഡോക്ടറെ? എന്തായിരുന്നു, പഠിക്കാൻ പോകുന്നില്ലേ? ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. നിങ്ങള് ഇത് പഠിച്ചതിന് ശേഷം എത്ര 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 കണ്ണിന്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എത്ര സർട്ടിഫിക്കേഷൻസ് ഇതിനിടയ്ക്ക് എടുത്തിട്ടുണ്ട് അല്ലെ? എത്ര 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 തവണ കേവലം ആ കോളേജിൽ പഠിച്ചിറങ്ങിയതാണോ ഡോക്ടറുടെ ഇന്നത്തെ ഏണിംഗ് അല്ല എബിലിറ്റി? അതിന് ശേഷമുള്ള എന്റെ പഠനമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ആ കോൺഫിഡൻസ് മറ്റുള്ളവരായിട്ട് വ്യത്യാസം. അതാ അതാണ്. അപ്പൊ അത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ മേഖലയിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഡോക്ടർക്ക് ആരെങ്കിലും പറഞ്ഞു തന്നെയായിരുന്നോ ഇന്നത് ഇല്ല, ചെയ്യണോ? ഡോക്ടർ കണ്ടെത്തിയതാ. സ്വാഭാവികമായിട്ട്. മാർക്കറ്റിന്റെ ട്രെൻഡ് നോക്കി അല്ലേ? കസ്റ്റമർക്ക് എന്താ വേണ്ടത്, കസ്റ്റമർ ഏതിലേക്കാണ് കൂടുതൽ പോകുന്നത്, അവന്റെ പ്രോബ്ലംസ് ഏതാണ് എന്ന് നോക്കിയപ്പോ ഇന്നതാണ് അവന്റെ പ്രോബ്ലം. എനിക്ക് തോന്നുന്നു തിമിരം ആണെന്ന് തോന്നുന്നു ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ്. നോക്കിയപ്പോ ഒത്തിരി തിമിരമുള്ള ആളുകളുണ്ട് ഇവിടെ. എന്നാൽ അത് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ഡോക്ടർ എന്ത് ചെയ്തു? അത് പോയി വീണ്ടും പഠിച്ചു. അല്ലാതെ ഞാൻ ഭയങ്കര ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ മാറി ഇരുന്നായിരുന്നെങ്കിൽ ഇന്ന് കൂടിപ്പോയൊരു കണ്ണാടിക്കട ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ആണോ ഡോക്ടറെ? യെസ്. തിമിരം എന്ന് പറയുന്നത് ഒരു സെല്ലബിൾ സർവീസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ എബിലിറ്റി കൂട്ടാൻ ഒരു ഡോക്ടർ പോയപ്പോ he became an expert in that. That is his earning ability now. ഇനിയും ഡോക്ടർ വെറുതെ ഇരിക്കുകയാണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബാങ്കോക്കിലേക്ക് വിളിച്ചപ്പോ എനിക്ക് തോന്നുന്നു അന്ന് മുംബൈയിലോ ഡൽഹിയിലോ ഏതാണ്ട്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഏണിംഗ് എബിലിറ്റിയാണ്. അതപ്പം ഡോക്ടർക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഡോക്ടറെ? ഡോക്ടറുടെ ഏണിംഗ് എബിലിറ്റി കൂട്ടാൻ എന്ത് പഠിക്കണമെന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? വൈഫിന്, ചേച്ചിക്ക് പറ്റുമോ? ഇല്ല.
ഇല്ല, ആർക്കും ചേച്ചിക്ക് ഇപ്പൊ പറ്റില്ല. പറ്റും, ചേച്ചി ഡോക്ടർ ആയതുകൊണ്ട്, കണ്ണ് ഡോക്ടർ ആയതുകൊണ്ട് സാധിക്കും. സുഖമാണ് എല്ലാവരും. അതെ അതെ. ഓക്കെ, ശരി ശരി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സോ മറ്റുള്ളവർ കാണുന്ന ലക്ഷറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏണിംഗ് എബിലിറ്റി കൂടുമ്പോൾ നമ്മുടെ ഏണിങ്സിന്റെ ഒരു 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 ചെറിയ ആ, ശതമാനം മാത്രമേ ഉള്ളൂ. നിമി പറഞ്ഞു. യെസ്. സാറ് പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും സാറിന് ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പം നമ്മൾ ഇനിയും കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യണം, പഠിക്കണം എന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഇവിടെ കിങ്സ് ക്ലബിൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ സെൽഫ് ഗ്രോത്തിൽ നന്നായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ പറയുകയാണെങ്കിൽ എന്റെ സെക്കൻഡ് ലെവലിനൊക്കെ നേരത്തെ 5,000 rupees ആയിരുന്നു ഞാൻ 21 ഡേയ്സിന് മേടിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പൊ 20,000 മേടിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നേരത്തെ കേരളത്തിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ പർട്ടിക്കുലർ ആയിട്ട് ഞാൻ കൊടുക്കുന്ന ഹീലിംഗിന്റെ ഫൗണ്ടറിന്റെ അടുത്ത് പോയി പഠിച്ചു. അത് കണ്ടുപിടിച്ച ആള് UK നാഷണാലിറ്റിയാണ്. അദ്ദേഹം മലേഷ്യയിൽ കോഴ്സ് കണ്ടക്ട് ചെയ്ത ടൈമിൽ സർട്ടിഫൈഡ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ 2 3 പേരേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അണ്ടറിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അതിലൊരാളാണ് ഞാൻ. അപ്പോൾ അത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ബാച്ചിൽ ഞാൻ ഇനിയും എന്റെ ആ ഒരു ഫീസ് കൂട്ടാൻ പോവുകയാണ്. ഈവൻ എന്റെ പേഴ്സണൽ സിറ്റിങ്ങിന് തന്നെ 1 hourന്റെ ഒക്കെ റേറ്റും ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും അതിനുള്ള എബിലിറ്റി ഗെയിൻ ചെയ്തപ്പോഴാണ്, ആ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടിയപ്പോഴാണ് അതിനുള്ള കോൺഫിഡൻസ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. യെസ്. അവിടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ മാർക്കറ്റിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ കസ്റ്റമറുടെ കപ്പാസിറ്റിയെ കുറിച്ച് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം നമ്മളുടെ എബിലിറ്റിയെ കുറിച്ച് മാത്രം കണക്റ്റഡ് ആണ്. കറക്റ്റ്. അപ്പം ഞാൻ ഇന്ന് ഒരു 3 സ്റ്റാർ ഹോട്ടലിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇന്ന് മുതൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കണമെന്നൊരാഗ്രഹം, അല്ലെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് അങ്ങനെ ജീവിക്കണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഏണിംഗ് എബിലിറ്റി കൂട്ടണം. വേറൊന്നും ചെയ്യണ്ട. ഏണിങ്സ് കൂട്ടണമെന്നല്ല ചിന്തിക്കണ്ടേ, ഏണിങ്സ് എബിലിറ്റി കൂട്ടണം. അതായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഈ സ്ട്രഗിൾ ചെയ്ത സമയത്തൊക്കെ ഞാൻ അന്ന് മായം പാപ്പുണ്ണിയൊക്കെ ആയിട്ട് പോയിട്ട് നിൽക്കുന്നത് ഒരു സാധാരണ ഹോട്ടലിലായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടൽ കണ്ടിട്ട് പപ്പുണ്ണി ചോദിക്കും, അച്ഛാ ഇതേതാ അച്ഛാ ഹോട്ടല്? അപ്പൊ അത് 5 സ്റ്റാർ ഹോട്ടലാ. അപ്പം ഞാനൊരു അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ മോനോട് സത്യം പറയണം, അല്ലെങ്കിൽ അവനോട് കള്ളം പറയണം. കള്ളം എന്താ എനിക്ക് പറയാം? അതൊക്കെ ചുമ്മാതെ കള്ളു കുടിക്കാനായിട്ട്, ആ ചീട്ട് കളിക്കാനായിട്ടൊക്കെ വരുന്ന ഈ ഫ്രോഡുകൾ വരുന്ന സ്ഥലമാ. ഏതാ ഈ തട്ടിപ്പും വെട്ടിപ്പും വീരന്മാര് വരുന്ന സ്ഥലമോ, കോട്ടൊക്കെ ഇട്ടോണ്ട് വരുന്നത്. നല്ല മനുഷ്യരൊക്കെ വരുന്നത് നമ്മളുടെ ഇതുപോലുള്ള ഹോട്ടലിലാണ്. പിന്നെ അതുകൂട്ടൊന്ന് ഉണ്ടാക്കുന്ന കാശ് അനാവശ്യമായിട്ട് കളയുകയും ചെയ്യരുത്. ഇതൊക്കെ ആഡംബരമാണ്, ധൂർത്താണ് എന്ന് വേണമെങ്കിൽ എനിക്കിത് ഉണ്ടാക്കാനുള്ള കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കള്ളം പറയാം. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, മോനെ അത് 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ വരുന്നത് കുറച്ചുകൂടെ കഴിവുള്ള ആളുകളാണ്, കുറച്ചുകൂടെ വരുമാനമുള്ള ആള്, സമ്പത്തുള്ള ആളുകൾ. നമുക്കിപ്പം അത്രയും കാശ് അച്ഛനില്ല. അതെന്താ അച്ഛൻ്റെ ഈ കാശില്ലാത്ത? അന്ന് അവൻ കുഞ്ഞാ. അതെന്താ അച്ഛൻ്റെ കയ്യിൽ അത്രയും കാശില്ലാത്ത? അവിടെ അന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ കാശുണ്ടാക്കും, അതിനല്ലേ അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളും അവിടെ പോയി നിൽക്കും. ഇന്ന് അവർ താമസിക്കുന്നത് തന്നെ അതിനേക്കാൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്ഥലത്താണ്. ഒറ്റക്കാരിയെ മാറിയുള്ളൂ. പഴയ ഹോട്ടൽ അവിടെ തന്നെ ഉണ്ട്. ആ ഹോട്ടലിൽ വരുന്നവർ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ അവിടെ തന്നെയുണ്ട്. അതിൽ വരുന്നവർ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. ഗവൺമെന്റ് അതൊക്കെ തന്നെയാണ്. ഈ നാട് അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രകൃതി അങ്ങനെയൊക്കെ തന്നെയാണ്. കസ്റ്റമർ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നും മാറിയിട്ടില്ല. ഞാൻ മാത്രം മാറി. സോ 3 സ്റ്റാറിൽ നിന്ന് 5 സ്റ്റാറിലേക്ക് ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻക്രീസ് യുവർ ഏണിംഗ് എബിലിറ്റി. അതല്ലാതെ വരുമാനം കൂട്ടാൻ അല്ലെങ്കിൽ ലക്ഷറി കിട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല സൊല്യൂഷൻ. കടം മേടിക്കുന്നതല്ല സൊല്യൂഷൻ. എനിക്ക് വലിയ വീട് വെക്കണം, യെസ് വേണം, ആഗ്രഹമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്. എന്റെ ആഗ്രഹമല്ല ആനന്ദിന്റെ ആഗ്രഹം. അപ്പം ആനന്ദ് വലിയ 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുന്നത് എനിക്ക് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ആനന്ദിന്റെ ആഗ്രഹമാണ്.
The question is, do you have that ability to build such a big house, such a mansion? മനസ്സിലാവുന്നുണ്ടോ? അത് ലോൺ എടുത്താ മേടിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യുവർ എബിലിറ്റി. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ ലോണിനെയും ഞാൻ ഈ കടം മേടിക്കുന്നതിനെയും ഞാൻ ഈ ക്രെഡിറ്റ് കാർഡിനെയൊക്കെ എതിർക്കുന്ന ആളാണ്. ഇതൊന്നും എനിക്കില്ല. ഞാൻ ലോൺ എടുത്തിട്ടില്ല, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല, എനിക്ക് ഈ പറയുന്ന ഡെറ്റ് ഇല്ല, കടമില്ല. എനിക്ക് കാശ് ആവശ്യമുള്ളപ്പോ ഞാൻ പുറത്തേക്കല്ല നോക്കുന്നത്, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കും. യൂസിങ് മൈ എബിലിറ്റി എവിടുന്ന് എനിക്ക് ഉണ്ടാക്കാം. എന്റെ എബിലിറ്റി ആർക്ക് കൊടുത്താൽ എനിക്ക് കാശ് കിട്ടും. എന്റെ സ്കില്ല് ആർക്ക് വാല്യൂ ആയിട്ട് കൊടുത്താൽ ദേ വിൽ പേ മീ. സോ ഏണിംഗ് എബിലിറ്റി ഇസ് ദ ഓൺലി സൊല്യൂഷൻ. ദയവ് ചെയ്ത് നിങ്ങൾ ലോണിനെ കുറിച്ചോ കടം മേടിക്കുന്നതിനെ കുറിച്ചോ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചോ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹത്തിനനുസരിച്ച് കയ്യിൽ പൈസ ഇല്ലയോ? നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലയോ? ലുക്ക് ഇൻ ടു യുവർ ഏണിംഗ് എബിലിറ്റി. കാരണം ദാറ്റ് ഈസ് ദ ഓൺലി പെർമനന്റ് സൊല്യൂഷൻ. പെർമനന്റ് സൊല്യൂഷൻ. ആനന്ദ് 2016-17 എന്റെ കടം വീട്ടാൻ അന്ന് ഞാൻ ലോൺ എടുത്തിരുന്നെങ്കിൽ, അന്ന് എനിക്ക് വസ്തു ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഞാൻ അതുകൊണ്ട് പണയം വെച്ചു, ഇന്നെന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാനൊരു KSFE ചിട്ടിക്ക് ചേർന്നു. ഞാൻ എന്നിട്ട് അതിന്റെ പൈസ എടുത്തിട്ട് എന്റെ കടമൊക്കെ വീട്ടുക, 1.5 കോടി രൂപ. ആ വസ്തു എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി അല്ലേ? കാരണം എന്താ? എന്റെ ഏണിംഗ് എബിലിറ്റി റിമെയിൻസ് ദ സെയിം, പക്ഷെ എന്റെ കടം കൂടി. ഈ കടം വീട്ടാൻ ഈ ഏണിംഗ് എബിലിറ്റി പോരാ. ഹലോ, ഞാൻ 2016-17 നോക്കുമ്പോ എന്റെ കടം ഇതും എന്റെ എബിലിറ്റി ഇതുമാണ്. എന്റെ ഈ എബിലിറ്റി വെച്ചിട്ട് ഈ കടം ഒരിക്കലും വീട്ടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? എന്റെ എബിലിറ്റി കൂട്ടി, കടം കുറച്ചില്ല, കടത്തെ തൊട്ടില്ല, എന്റെ എബിലിറ്റി കൂട്ടി. അന്ന് അസീസിക്ക് ഒരുപാട് പേര് എന്നെ കളിയാക്കുമായിരുന്നു, എന്റെ വീട്ടിൽ വരെ എന്നെ കളിയാക്കുമായിരുന്നു. എന്താണെന്നറിയോ? മൂക്കറ്റം കടം കയറി നിൽക്കുന്നു. അവൻ ട്രെയിനിങ്ങിന് പോകുന്നു ഡൽഹിയില, സോറി, അവൻ ഡൽഹി ട്രെയിനിങ്ങിന് പോകുന്നു. അവൻ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോകുന്നു ട്രെയിനിങ്ങിന്. അവൻ ആയിരങ്ങൾ വിലയുള്ള പുസ്തകങ്ങൾ മേടിക്കുന്നു, ഷോ കാണിക്കുന്നു. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴോ, അവിടെ ഇരിക്കുന്നത് മില്യണേഴ്സ് ആണ് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ എനിക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും ഒന്നുമില്ല. കാരണം അന്ന് വെറും 49,000 രൂപ സാലറി ഉള്ള ഒരാളാണ് ഞാൻ. ഞാനാണ് 2 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെയും 5 ലക്ഷം രൂപയുടെയൊക്കെ ക്ലാസ്സിന് പോയിരിക്കുന്നത്. ഒരിക്കൽ വിവേകേന്ദ്ര സാറിന്റെ ക്ലാസ്സിന് മുംബൈ പോയി. ഫീസ് കൊടുക്കേണ്ടത് 89,000 രൂപയാണ് 1 ഡേ പ്രോഗ്രാമിന്. 1 ഡേ അല്ല, 2 ഡേ പ്രോഗ്രാമിന്. ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് 30,000 രൂപ അയച്ചായിരുന്നു. പിറ്റേന്നാണ് പോകേണ്ടത്. എനിക്ക് പോകാൻ പറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനോജ് ട്രാവൽസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ പറഞ്ഞ്, അനിൽ സാർ കയറി പോയിക്കോ, ഞാൻ ടിക്കറ്റ് എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്തതാണ്. എന്നിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് വിളിച്ച് ഞാൻ പൈസ സെറ്റാക്കി വെച്ചു. അപ്പൊ അയാൾ 50,000 രൂപ എനിക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അന്ന് തന്നെ തരണം എന്ന് ഞാൻ നിർബന്ധിച്ചു. പുള്ളി പറഞ്ഞില്ല, ഓഫീസ് തുറക്കാതെ പറ്റില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ മുംബൈയിലെത്തുന്നു. JW മാരിയറ്റിലാണ് പ്രോഗ്രാം നടക്കുന്നത്. എല്ലാവരും വരുന്നു. അപ്പൊ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ ചെന്ന് നമ്മളുടെ ഇതെല്ലാം കാണിച്ച് നമ്മൾ ഇതൊക്കെ മേടിക്കണം. നെയിം ബാഡ്ജും ഒക്കെ മേടിച്ച് ബുക്കും ഒക്കെ റിസീവ് ചെയ്യണം. പക്ഷെ ഫുൾ പേയ്മെന്റ് ചെയ്തവർക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് അറിയാവുന്നവരൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അവർക്കും അറിയാം ഞാൻ പേയ്മെന്റ് പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയെന്നല്ല, ഞാൻ മാറി നിൽക്കുകയാണ് അങ്ങോട്ട് പോവാതെ. ഞാൻ പടപടയെന്ന് വിളിച്ചോണ്ടിരിക്കുകയില്ല പുള്ളിക്കാരനെ കിട്ടുന്നേ ഇല്ല, എടുക്കുന്നില്ല ഫോൺ. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് വിവേക് സാർ ഇങ്ങനെ വരുന്നത്. അനിൽ, വയർ യു സ്റ്റാൻഡ് ഹിയർ, കം. ഞാൻ പറഞ്ഞില്ല സാർ കയറിക്കോ, ഞാനങ്ങ് വന്നോളാം. വാട്ട് ഹാപ്പൻ?
പുള്ളി അങ്ങ് നിന്ന്. വാട്ട് ആപ്പൻ? ഞാൻ പറഞ്ഞല്ല, ഫീസ് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ എന്റെ വിചാരം എന്തുവാ, ഇപ്പം കേറിക്കോളാൻ പറയാം. ക്ലിയർ ചെയ്തിട്ട് കേറിയാൽ മതി കേട്ടോ, മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഓക്കെ എന്നും പറഞ്ഞു പുള്ളി കയറി അങ്ങ് പോയി. അവരൊക്കെ പഠിപ്പിച്ച ആളല്ലയോ ഞാൻ. ഞാൻ പിന്നെ നിങ്ങളോട് മര്യാദ കാണിക്കൂ? അസീസിക്ക അന്ന് പുള്ളി എനിക്ക് കടം തന്നായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കടം തന്നേനെ. പക്ഷെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്നോട് പറഞ്ഞു, കടം വാങ്ങിച്ച് ഒരു പരിപാടിയും ചെയ്യരുത്. ലൈവായിട്ട് എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡോറിന്റെ അവിടെ പോയി ഒളിച്ചു നിന്ന് കേൾക്കും. ഡോറിന്റെ അവിടെ ചെന്ന് അപ്പം അവര് ലക്ഷ്മി മേഡം ഉണ്ട്, പുള്ളിക്കാരി എന്റെ സെക്രട്ടറി. പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല സാർ കയറിക്കോ, ബാക്കിൽ ഇരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കസേര ഇട്ട് തന്നു. അവിടുന്ന് ഇന്റർവൽ ടൈം ആയപ്പോ എനിക്ക് മെസ്സേജ് വരുന്നു എന്റെ ഫോണിൽ, ഇതോട്ട് ക്രെഡിറ്റ് ആയെന്നും പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് JW മാരിയറ്റിന്റെ റിസപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ATM-ൽ നിന്ന് ഓടിപ്പോയി പൈസ എടുത്തുകൊണ്ട് വരുന്നു, കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പോയി ഫ്രണ്ടിലിരിക്കുന്നു. അങ്ങനെ പോയിരുന്ന് പഠിച്ച ആളാണ് ഞാൻ. കാരണം എനിക്ക് മനസ്സിലായി, ഇവിടെ നിൽക്കുന്ന കടം വീട്ടാൻ ഇവിടെ നിൽക്കുന്ന കഴിവ് കൊണ്ട് പറ്റില്ല. അതിനെന്ത് ചെയ്യണം, എന്റെ എബിലിറ്റി കൂട്ടണം. കാരണം എങ്കിൽ മാത്രമേ എനിക്ക് ലക്ഷറി എൻജോയ് ചെയ്യാൻ പറ്റൂ. അപ്പം ലക്ഷറി ആർക്കൊക്കെയാ വേണ്ടേ? ഒന്നുകൂടെ, ആർക്കൊക്കെയാ ലക്ഷറി വേണ്ടേ? 2 കാര്യങ്ങൾ. ഇഫ് യു ക്യാൻ ഏൺ മോർ ആൻഡ് ഇഫ് യു ക്യാൻ ഫോളോ ദീസ് 3 പ്രിൻസിപ്പിൾ. ഏണിങ്സ് കൂട്ടാനും, അതായത് ഏണിങ്സ് എബിലിറ്റി കൂട്ടാൻ സാധിച്ചാൽ, ഈ 3 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ, യു ക്യാൻ ഓൾസോ എൻജോയ് ലക്ഷറി. ഇപ്പോഴും എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും, സാറേ എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മൾ ഈ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, വെൽത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളിൽ ചിലർ പേഴ്സണൽ മെസ്സേജ് അയക്കും, സാർ എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. എനിക്ക് ജിസ്മി കഴിഞ്ഞ ദിവസം, ജിസ്മി ഓർക്കുന്നുണ്ടോ, കുറച്ച് നാൾ മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചു, എന്റെ കയ്യിൽ ഇത്ര ലക്ഷം രൂപയുണ്ട്, ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം സാർ? വേർ ഷുഡ് ഐ ഇൻവെസ്റ്റ്? ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. നിങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏണിംഗ് എബിലിറ്റി എങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, 1 വർഷത്തിൽ 1 കോടി രൂപയ്ക്ക് താഴെയാണ് ഇന്നത്തെ നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റി. ഞാൻ ഈ ഏണിങ്സ് എന്ന് പറയുമ്പോൾ റവന്യൂ അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ നെറ്റ് പ്രോഫിറ്റ്, അല്ലാതെ ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം, സാലറിയും കൊടുത്ത്, റെന്റും കൊടുത്ത്, കൊടുക്കാനുള്ളവർക്കും കൊടുത്ത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ബാക്കിയുണ്ട്, അത് 1 കോടിയെങ്കിലും മിനിമം വന്നില്ലെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, ഇഫ് യു ആർ മേക്കിംഗ് ലെസ് ദാൻ 1 crore an year, you should invest most of that money in, ഇതിൽ ഏറ്റവും കൂടുതൽ പങ്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? To improve your earning ability. ഇതിനെയാണ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് എല്ലാവരും പറയുന്നത്. ഈ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ ഇൻവെസ്റ്റ് ടു ഇംപ്രൂവ് യുവർ ഏണിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അസീസിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ 1 കോടി രൂപ ഉണ്ട്, ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 10, 30, 40 ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ പല വേൾഡ് ക്ലാസ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നു. എന്റെ കോഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അസീസിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ എബിലിറ്റി കൂട്ടാൻ ആ പൈസ എന്ത് ചെയ്യണം, അത് നിങ്ങൾ തീരുമാനിക്കും. അപ്പം എനിക്ക് 1 കോടി രൂപയ്ക്ക് താഴെയാണ് എൻ്റെ 1 വർഷത്തെ ഇൻകം എങ്കിൽ, അതിൽ മഹാഭൂരിപക്ഷം ഞാൻ എന്ത് ചെയ്യണം, എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഈ 1 എന്നുള്ളത് 3, 4, 5 മാറുമെന്നേ. സംശയമുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, സംശയമുള്ളവർ ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്നേ. ഓരോ ഓണത്തിന്റെ കഥ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് 300 രൂപ തികച്ചെടുക്കാൻ ഇല്ലാതിരുന്ന ഞാൻ ഇന്ന് കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ 300ന്റെ അകത്തുനിന്ന് ഒരു പങ്ക്
എന്റെ എബിലിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഭാഗമാണ്. അന്നും സെക്രട്ടേറിയറ്റിന്റെ സൈഡിലുള്ള, ആലപ്പുഴ കളക്ടറേറ്റിന്റെ സൈഡിലുള്ള യൂസ്ഡ് ബുക്സിന്റെ അവിടെ പോയിട്ട് ബുക്ക് മേടിച്ചോണ്ട് വരുമായിരുന്നു. യൂസ്ഡ് ബുക്സിൽ പോയിട്ട് അത് മേടിച്ചോണ്ട് വന്നിരുന്ന് വായിക്കും, പഠിക്കും. അന്ന് എനിക്ക് അതിനുള്ള കഴിവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ യൂസ്ഡ് ബുക്സ് വാങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കഴിവ് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള മാർഗമൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ കഴിവ് വർദ്ധിക്കുമ്പോ ആനന്ദ് ഒരു 10 ലക്ഷം രൂപ ആനന്ദിൽ ഇൻവെസ്റ്റ് ചെയ്തു കിങ് മേക്കേഴ്സിലേക്ക് വന്നപ്പോ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 3, 4, 5 സെഷനോളം ആയിട്ടുണ്ട് നമ്മളുടെ. ആനന്ദിന്റെ എബിലിറ്റി, ഏണിംഗ് എബിലിറ്റി എന്താ അതിൽ സംഭവിച്ചേ? ഈ 10 ലക്ഷം എവിടെങ്കിലും ഒരു നഷ്ടമായതായിട്ട് തോന്നിയോ? ഒറ്റ സെഷനിൽ. ആനന്ദ് ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എന്താ അവിടെ ആനന്ദ് ചെയ്തേ? ഏർണിംഗ് എബിലിറ്റി, ഓഫ് കോഴ്സ് ഏർണിംഗ് എബിലിറ്റി മാറി എന്ന് വെച്ചാല് വിഷൻ തന്നെ മാറി. സോ നമ്മള് 3 years, എൻഡ് ഓഫ് 3 years എവിടെ എത്തും എന്നുള്ളത് വിഷൻ തന്നെ മാറി. സോ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഏർണിംഗ് എബിലിറ്റി മാറിയാലേ പറ്റത്തുള്ളൂ. So that is the basic principle. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്ക് 1 കോടി രൂപയ്ക്ക് താഴെയാണോ വാർഷികമായിട്ടുള്ള പ്രോഫിറ്റ് ഉള്ളത്, അതിൽ ഭൂരിഭാഗവും നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത വർഷം ഇത് ഇരട്ടിപ്പിക്കാൻ പറ്റും. അതല്ലാതെ ഏണിങ്സ് മാത്രം കൂട്ടാനാണ് തീരുമാനമെങ്കിൽ, ആഗ്രഹമെങ്കിൽ, അത് 1 കോടി, 10 ലക്ഷം, 5 ലക്ഷം, 15 ലക്ഷമായിട്ട് അവിടെ തട്ടി നിൽക്കും. കാരണം അത്രയും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയെ ഇന്ന് നിങ്ങൾക്കുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അസീസിക്ക് ഓൾറെഡി ഈ വർഷം തന്നെ നമ്മൾ ഉണ്ടാക്കിയേനെ. ശരിയാണോ ഷാജി ചേട്ടാ? മൻസൂറിക്ക ശരിയാണോ? അതിൽ കൂടുതൽ കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയേനെ. കാരണം നമ്മളാരും മടി പിടിച്ചിരിക്കുന്നവരല്ല. എന്തും ചെയ്ത് എങ്ങനെയും വളരുക എന്നുള്ളത്. മൻസൂറിക്ക ഒന്ന് സംസാരിച്ചേ, മ്യൂട്ട് മാറ്റിക്കും. യെസ്, ഹാൻഡ് റൈസ് ചെയ്തു. എന്തും ചെയ്ത് വളരുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൻസൂറിക്കാം. സാറേ, ഇന്നലത്തെ എനിക്കിപ്പോ ഒരു കൺഫ്യൂഷൻ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇപ്പൊ എനിക്കിപ്പോ ഒരു 50 lakh ആനുവൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആനുവലായിട്ട്, അതായത് പെർ മന്ത് ഞാൻ 5 ലക്ഷം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ 4 ലക്ഷം മാറ്റി വെക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഞാൻ മാറ്റി വെച്ച പൈസ തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് 10% മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് എന്തിനാ മാറ്റി വെക്കുന്നത്? ആദ്യത്തെ മാറ്റിവെപ്പാണ് മാറ്റിവെപ്പ്. അതാണ് സേവിങ്സ്. നെറ്റ് ഇൻകത്തിൽ ഇത്ര % മാറ്റി വെക്കണമെന്ന് സാർ ഇന്നലെ പറഞ്ഞ പോലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ഡെപ്തിലേക്ക് പോകുന്നത്. നെറ്റ് ഇൻകത്തിൽ നിന്ന് മാറ്റിവെക്കാൻ എങ്ങനെ പറ്റുന്നേ? റവന്യൂവിൽ നിന്ന് എങ്ങനെ പൈസ മാറ്റിവെക്കാൻ പറ്റുന്ന? 10%, 15%, ആകെ 6-7% മിക്കവർക്കും ബിസിനസ്സിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അവരെങ്ങനെ 15% മാറ്റിവെക്കുന്ന ഇൻകത്തിന്റെ? അതുകൊണ്ടാ പറഞ്ഞേ, ആ ഇൻകത്തിന്റെ ഇത്രയെന്ന് കേൾക്കുമ്പോഴത്തേന് കണ്ണ് തള്ളുന്ന എന്തുകൊണ്ടാ? നമുക്ക് അത്രയും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഉണ്ടാക്കണം. മനസ്സിലായോ? അപ്പം ഇപ്പോഴത്തെ ചിന്ത നിൽക്കുന്നത്, എനിക്ക് 1 കോടി രൂപ സേവ് ചെയ്യണം. ഈ 1 കോടി രൂപ 2 കോടി രൂപയുടെ റവന്യൂവിൽ നിന്ന് 1 കോടി രൂപ സേവ് ചെയ്യാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ 20 കോടി രൂപയുടെ റവന്യൂ വേണം. 20 കോടി റവന്യൂ ഉണ്ടെങ്കിലേ ചിലപ്പോൾ നമുക്ക് 1 കോടി രൂപ സേവ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നോ? അപ്പം ഈ 2 കോടി ഉണ്ടാക്കാനുള്ള കഴിവേ ഇന്ന് മൻസൂറിക്കുള്ളൂ. അപ്പൊ മൻസൂറിക്ക് എന്ത് ചെയ്യണം? ഈ 2 കോടി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 20 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് മാറ്റിവെക്കാൻ. മൻസൂറിക്ക് എന്ത് ചെയ്യാണ്? അടുത്ത വർഷം ഈ 20-ൽ നിന്ന് ആ വർഷം എന്ത് ചെയ്യുന്നു? 10 ലക്ഷം രൂപ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റി കൂടി. അപ്പൊ എന്തായി? ഈ 2 എന്നുള്ളത് 4 അപ്പൊ എന്തുണ്ടായി? ഈ 20 എന്നുള്ളത് 50 മാറും. എനിക്ക് മനസ്സിലാവുന്നോ? ഈ 50-ന്റെ അകത്തുനിന്ന് ഒരു 20 കൂടെ എടുത്ത് വീണ്ടും നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റി കൂട്ടുന്നു. ഈ 4 എന്നുള്ളത് 10 ആവും, 50 എന്നുള്ളത് 1 ആവും. ഇതിന്റെ അകത്തുനിന്ന് വീണ്ടും ഒരു 30 ലക്ഷം രൂപ നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റിയിലേക്ക് മാറ്റുന്നു. ഈ 10 എന്നുള്ളത് 20 ആവും. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന കാശ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഏണിംഗ് എബിലിറ്റിയിലാണ്.
ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഇന്നും ഏറ്റവും കൂടുതൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്റെ ഏണിംഗ് എബിലിറ്റിയിലാണ്. അത് കഴിഞ്ഞുള്ളതാ നിങ്ങൾ ഈ കാണുന്ന സേവിങ്സും ഈ കാണുന്ന വസ്തു മേടിക്കുന്നതൊക്കെ അത് കഴിഞ്ഞുള്ള ഫണ്ടാണ്. മൻസൂറിക്ക് ക്ലിയർ ആണോ? ആനന്ദ് പറഞ്ഞു. സർ, അതായത് ഈ ഏർണിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് സർ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള COT ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിലോട്ടാ പോകുന്നത്. ക്ലിയർ? ഇനി ഈ പൈസ മൻസൂറിക്ക 2 കോടി ചെയ്തപ്പോ 20 ലക്ഷം രൂപ കിട്ടി. ഇക്ക ഇത് കൊണ്ടുപോയി വീടിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇക്ക ഒരു കാറ് മേടിച്ചു. ഒന്നും വേണ്ട, ഇത് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു. ഓക്കെ, അവിടുത്തെ റിട്ടേൺ എത്രയാ? 6%. ഇതിന്റെ അകത്തുനിന്ന് 10 ലക്ഷം രൂപ ഇക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എവിടെ? ഇതാ അതിന്റെ റിട്ടേൺ എന്താ? 50 ലക്ഷം, 4 ഇരട്ടി, 400%. 400%. 6% എവിടെ? 400%. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 6% ഒരു വർഷമേ കിട്ടത്തുള്ളൂ. ഈ 400% ഇനി ആജീവനാന്തം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾക്ക് ആ എബിലിറ്റി ഉണ്ട്. Are you with me? You get that ability. ബാങ്കിൽ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അവൻ എടുത്തതിന് ശേഷമുള്ള പീനട്സ് ആണ്. ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഇപ്പോഴും ഇന്നലെ ഇവിടെ ഇരിക്കുമ്പോ 2 പേര് വന്നായിരുന്നു. അവരെന്റെ അടുത്ത് ചോദിച്ചു, സാറ് സത്യത്തിൽ എന്നും നാട്ടിലാണ്, പിന്നെന്തിനാ ഈ ഫാമിലി അവിടെ നിർത്തിയേക്കുന്നത്? എന്തായിരിക്കും? ഞാൻ എന്റെ മക്കളുടെ ഏണിംഗ് എബിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. അവന്മാര് പഠിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കൂടെ. കാരണം എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ പഠിച്ചു വളർന്നപ്പോ എന്തൊക്കെ കുറവുകൾ എനിക്കുണ്ടെന്ന് മനസ്സിലായി. അസീസിക്ക, എനിക്ക് എന്തൊക്കെ പോരായ്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കായംകുളത്ത് പഠിച്ചു വളർന്ന എനിക്ക് ആ കുറവ് എന്റെ മക്കൾക്കുണ്ടാവരുത്. അതിന് അവന്റെ ഏണിങ്സ് എബിലിറ്റിയിലാണ് ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നു? ഞാൻ ആ പൈസ ഇപ്പം മക്കളെ 2 പേരെയും പഠിപ്പിക്കുന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, ഏറ്റവും കുറഞ്ഞ എനിക്ക് ഒരു വർഷത്തേക്ക് 25 ലക്ഷം രൂപ വേണം 2 പേരെ അവിടെ പഠിപ്പിക്കുന്നതിന്. അവരുടെ അല്ലേ അസ്മരിക്ക? ശരിയല്ലേ? 2 പേരെ പഠിപ്പിക്കുന്നതിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത 10 വർഷം അവരെ നാട്ടിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് അവരുടെ പേരിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? ഇതൊരു 2.5 കോടി രൂപയുടെ സാധനം എനിക്ക്, ഞാൻ ഈ 2.5 കോടിക്ക് ഞാൻ നാട്ടിൽ അവർക്കൊരു പറമ്പ് മേടിച്ചിട്ടെന്നിരിക്കട്ടെ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ പറമ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ 3 കോടി രൂപയാവും. അങ്ങറ്റം പോയാൽ പോട്ടെ, 4 കോടി രൂപ, 5 കോടി രൂപ ആണോ? അതേസമയം ഈ പൈസ എന്റെ മക്കളിൽ ഞാനിപ്പം അവരുടെ വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിൽ. ഈ പറഞ്ഞ പീരീഡ് എത്തിക്കഴിയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കൊല്ലം അവന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ആണോ? ഞാൻ ഈ ഇറക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, ഈ ഇറക്കുന്ന 2.5 കോടി രൂപ 10 കൊല്ലത്തേക്ക് അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് 1 മാസം കൊണ്ടുണ്ടാക്കാൻ പറ്റും. അതാണോ വേണ്ടത്? ഇവിടെ നാട്ടുകാർക്ക് തൂറാൻ വേണ്ടി പറമ്പുണ്ടാക്കിയിടുകയാണോ വേണ്ടത്? എവിടെ? എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഈ ലോകത്തെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം ഒരു ഗവൺമെന്റിനും നമ്മളുടെ എബിലിറ്റി എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു കോമ്പറ്റീറ്റർക്കും ഇത് അടിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. ഒരു സ്റ്റാഫിന് ഇത് കോപ്പി അടിച്ചുകൊണ്ട് പോയി വേറെ തുടങ്ങാൻ പറ്റില്ലല്ലോ. കാരണം ദാറ്റ് ഈസ് മൈ എബിലിറ്റി, നോട്ട് മൈ സ്ട്രാറ്റജി. സ്ട്രാറ്റജി ആണെങ്കിൽ കോപ്പി അടിക്കാം, എബിലിറ്റി കഴിവാണെങ്കിൽ കോപ്പി അടിക്കാൻ പറ്റുമോ? എനിക്ക് മമ്മൂക്കായ്ക്ക് വരാൻ
പോകുന്ന ഒരു സിനിമയുടെ കഥ വേണമെങ്കിൽ അടിച്ചു മാറ്റാം. പക്ഷെ മമ്മൂക്ക അഭിനയിക്കുന്ന പോലെ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? ആ കഥ എന്റെ കയ്യിൽ കിട്ടി, എനിക്ക് അങ്ങനെ പോലെ പറ്റുമോ ചെയ്യാൻ? ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് എബിലിറ്റി, നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? സോ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല റിയൽ റിട്ടേൺ. ഇത്രയും നാള് നിങ്ങൾ കേട്ടിരിക്കുന്ന ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, യുവർ സെൽഫ്, യുവർ സെൽഫ്, തെറ്റ്. ഇൻവെസ്റ്റ് ടു ഇൻക്രീസ് യുവർ ഏണിംഗ് എബിലിറ്റി, അതാണ് ശരി. ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയോ? വെരി ക്ലിയർ, റൈറ്റ്? യെസ്. ഇനി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ മൻസൂറിക്ക ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ എന്ത് എബിലിറ്റിയിലാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ കിങ്സ് ക്ലബിലുണ്ട്, ഞാൻ കിങ് മേക്കേഴ്സ് ക്ലബിലുണ്ട്, ഞാൻ അതിലുണ്ട് ഇതിലുണ്ട്, ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട്. ഓക്കെ, അസീസിക്ക് ഇപ്പൊ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, അസ്മലിക്ക് ഇപ്പൊ അങ്ങനെ ആയിരിക്കും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇനിയും ഞാൻ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എന്റെ ഏണിംഗ് എബിലിറ്റി. ഇവിടെ 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 ശ്രദ്ധിച്ച് കേട്ടോ. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പം ഞാനിപ്പം ലെറ്റ്സ് സേ 10 കോടി രൂപ ഉണ്ടാക്കുന്നു. ഇതിന്റെ അകത്തുനിന്ന് ഈസി ആയിട്ട് ഞാൻ 2-3 കോടി രൂപ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആസ് എ ബിസിനസ് മാൻ മറ്റൊരു ഏണിംഗ് എബിലിറ്റിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാരാണെന്നറിയോ? യു മൈ കസ്റ്റമർ. അവരിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. എന്തിനാണ്? ഫോർ കീപ്പിംഗ്. നിങ്ങളെ കീപ്പ് ചെയ്യാൻ, നിങ്ങളെ നിലനിർത്താൻ ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ടു അക്വയർ ന്യൂ കസ്റ്റമർ, പുതിയ കസ്റ്റമറെ കിട്ടാൻ ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഹലോ 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 ഹലോ. ഒന്ന്, എന്റെ ഏണിംഗ് എബിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2, കസ്റ്റമറിൽ. മൻസൂറിക്ക ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. എന്തുകൊണ്ട് കസ്റ്റമർ? അസ്മലിക്ക എഴുത്ത് നിർത്തിക്കേ, ഇങ്ങോട്ട്. എന്തുകൊണ്ട് കസ്റ്റമർ? എന്തുകൊണ്ട് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ബിസിനസിന്റെ ഏണിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ കൂടെ ഉള്ളതാണ്. ആ കസ്റ്റമറെ കൂടെ നിർത്താൻ, കസ്റ്റമറെ കൂടുതൽ അടുപ്പിക്കാൻ, ദാറ്റ് ഈസ് ദ ഏണിംഗ് എബിലിറ്റി ഓഫ് മൈ ബിസിനസ്. അപ്പൊ ബിസിനസ്സിൽ അധികം വരുന്ന പൈസ എന്ത് ചെയ്യണം? കസ്റ്റമറെ നിലനിർത്താനും പുതിയ കസ്റ്റമറെ അക്വയർ ചെയ്യാനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ബിസിനസിന്റെ ഏണിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. എത്ര പ്രോഗ്രാമാണല്ലേ കിങ്സ് ക്ലബിന്റെ ഞാൻ നടത്താറുള്ള ഒരു വർഷത്തിൽ ഫ്രീ ആയിട്ട്? എത്ര പ്രോഗ്രാം? നിങ്ങൾക്ക് തോന്നുന്നോ ഹോട്ടലുകാർ നിങ്ങൾക്ക് ഫ്രീ തരുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നോ മൈക്ക് സെറ്റും ലൈറ്റും സൗണ്ടും ഒക്കെ ഫ്രീ തരുമെന്ന്? എല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതാ. ഞാനല്ല, എന്റെ ബിസിനസ് അതിന്റെ ഏണിംഗ് എബിലിറ്റി നിലനിർത്താൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാ. എന്തിനാ ഇത്രയും പൈസ മുടക്കിയുള്ള യൂട്യൂബ് ഷൂട്ട് കാര്യങ്ങൾ? എന്റെ ഓഫീസിൽ 3 ഹൈ പെയ്ഡ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഇരുന്നാണ് വീഡിയോസ് ചെയ്യുന്നത്. എന്താണ്? അക്വയറിംഗ് ന്യൂ കസ്റ്റമർ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഏത് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റിംഗ് ഇൻ മൈസെൽഫ്. ബിസിനസ് പറയാണ്, ഐ ആം ഇൻവെസ്റ്റിംഗ് ഇൻ മൈ ഏണിംഗ് എബിലിറ്റി. നിങ്ങൾക്ക് തോന്നിയില്ലേ പരശുറാം എക്സ്പ്രസിൽ പരസ്യം ഇട്ടത് ഞാൻ ഷോ കാണിക്കാനാണെന്ന്? അല്ലെന്നേ. പരശുറാം എക്സ്പ്രസിന് ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുമ്പോ അത് 1 കോടി രൂപയായിട്ട് കൺവേർട്ട് ആവുന്നതിന്റെ റീസൺ എന്താ? ആ 10 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഷോ കാണിക്കാനല്ല. ആ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് എക്സിസ്റ്റിംഗ് കസ്റ്റമറിലും പുതിയ കസ്റ്റമറെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേ. ഈ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ബ്രാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തെ, പൊസിഷനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തെ. ഹലോ. അപ്പം ബിസിനസ്സിൽ കാശ് അധികം വന്നാൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ഇൻ യുവർ കസ്റ്റമർ. അപ്പൊ എന്ത് ചെയ്യും അസ്മലിക്ക? അജ്മാനിലെ ബ്ലാക്ക് റമദ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു കസ്റ്റമർ മീറ്റ് വിളിക്കും. എന്നിട്ട് അവരെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ വലിയൊരു പരിപാടി നടത്തും. കമ്പനി ഇപ്പൊ 10-25 കൊല്ലമായില്ലേ, 25ാമത്തെ വാർഷികം നടത്തും. ഈ ബോധം ഉണ്ടെങ്കിൽ
ഇല്ലെങ്കിൽ അന്ന് അവിടെ ചെലവാക്കുന്ന 5 ലക്ഷം രൂപയും കൂടെ കൊണ്ടുപോയി 6% ഇൻട്രസ്റ്റിന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങളെ ഞാൻ എങ്ങനെ ചേർത്ത് നിർത്തുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ഞാൻ ഈവൻ ഒരു ദിവസം എന്റെ ക്ലാസ് ഇല്ലെങ്കിൽ പോലും, ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞാൻ ഗ്രൂപ്പിൽ കൂടുതൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ വിട്ടു പോയിട്ടില്ല. നിങ്ങളില്ലാത്ത ഒരു ദിവസം എനിക്കില്ല. കാരണം എന്താ? ഇൻവെസ്റ്റിംഗ് മൈ ടൈം ഓൺ യു ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ മൈ ഏണിംഗ് എബിലിറ്റി. എന്റെ ടൈമും എന്റെ പണവും നിങ്ങൾക്ക് തരുമ്പോൾ, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രയോ ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്ന മാജിക്കാണ് ബിസിനസ്. അപ്പൊ ലൈഫിൽ പേഴ്സണലി എന്ത് ചെയ്യണം? ഒരു നല്ല തുക എന്റെ ഏണിംഗ് എബിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബിസിനസ്സിൽ എന്ത് ചെയ്യണം? ഒരു നല്ല തുക ഏണിംഗ് എബിലിറ്റി ആയ കസ്റ്റമേഴ്സിൽ. കാരണം കസ്റ്റമർ ഈസ് പേയിങ് യു മണി. നിങ്ങൾ കുറച്ച് കാശ് കിട്ടിക്കഴിയുമ്പോൾ ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യും, സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും, മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, വെയർഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചെയർ മേടിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യും. എക്സെപ്റ്റ് കസ്റ്റമർ, ബാക്കി എല്ലായിടവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. എത്ര പേരുണ്ടത് കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഒരു നോമ്പ് തുറയെങ്കിലും നടത്തുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? അതുവരെ പിസിക്കല്ലേ. ഒരു ഓണാഘോഷം നടത്തുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? നിങ്ങളുടെ വിചാരം ഇതെല്ലാം കൂടെ അങ്ങോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഏതാണ്ട് വലിയ മറ്റേതോ ധൂർത്ത ബോധമില്ലാത്തോണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ബേസിക് സെൻസ് ഇല്ലാത്ത എന്താണ് ബിസിനസ് എന്ന്, ആ ബിസിനസ്സിൽ പണം തരുന്നത് എങ്ങനെയാണ്, ആരാണ്, എവിടെ നിന്നാണ് ഈ കാശ് വരുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അതൊക്കെ ധൂർത്തായിട്ട് കാണുന്നത്, അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണുന്നത്. സോ ഇൻവെസ്റ്റ് ഇൻ കീപ്പിംഗ് ആൻഡ് അക്വയറിംഗ് കസ്റ്റമർ. എഴുതിക്കോ, ഫ്രം ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് മുതൽ ഐ വിൽ ഇൻവെസ്റ്റ് in keeping and acquiring customer. I will invest in keeping and acquiring customer. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇങ്ങോട്ട്. ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, ഒന്നുമില്ല എൻ്റെ കയ്യിൽ, 1 രൂപ എൻ്റെ കയ്യിലില്ല. 2018 കാര്യമോ? 18 അവസാനം, 19 2018 17 18 എനിക്ക് ട്രെയിനിങ് തന്ന കുറെ പേരുണ്ടായിരുന്നു. ഷാജാൻ സാറ്, ആന്റണി സാറ്, കരീമിക്ക, സലീമിക്ക, പപ്പേട്ടൻ, അനിലേട്ടൻ, ഇവിടൊക്കെ എന്താ ചെയ്തതെന്നറിയോ? എൻ്റെ കയ്യിൽ 1 രൂപ എടുക്കാനില്ലാത്ത സമയത്ത് ഒരു വിഷുവിൻ്റെ അന്ന് എല്ലാവർക്കും വിഷുക്കോടി അയച്ചു കൊടുത്തു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഇന്നും ചങ്ക് പറിച്ച് അവരെൻ്റെ കൂടെ നിൽക്കും. ജെയിംസ് ഏട്ടൻ ഉൾപ്പെടെ, നമ്മുടെ കൊല്ലം മാളികയ്ക്കൽ, അവരൊക്കെ ഇന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അന്ന് ഞാൻ അവരിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇൻട്രസ്റ്റ് ആണ് ഇന്ന് അവരെനിക്ക് തരുന്ന സ്നേഹം, എനിക്ക് തരുന്ന സപ്പോർട്ട്, എൻ്റെ കൂടെ നിൽക്കുന്നത്. അന്ന് അത് ചെയ്യുന്നതിന് പകരം ഞാൻ അത് എടുത്ത് മാറ്റുകയാണ്. ഏതിലേക്ക്? എൻ്റെ ബാങ്കിൽ കൊണ്ട് FD ഇട്ടു. എന്ത് കിട്ടുമായിരുന്നു അസ്മലിക്ക ഇപ്പോ? ആ FD പൊട്ടിച്ച് നമ്മൾ തന്നെ പുട്ടടിക്കും, ഇല്ലയോ ഷായിച്ചേട്ടാ? നിങ്ങളുടെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുകയാണോ മനുഷ്യ? യെസ്. അപ്പോ വി ഹാവ് ടു കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ അവർ കസ്റ്റമർ. പുതിയ കസ്റ്റമറിലും എക്സിസ്റ്റിംഗ് കസ്റ്റമറും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് എനിക്കൊരു മടിയില്ലാതെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്നത്. കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് എൻ്റെ ബിസിനസിന്റെ ഏണിംഗ് എബിലിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയോ? ഇതൊന്നും കൂടാതെ എനിക്ക് എന്തുണ്ട്? എനിക്കൊരു റെയിനി ഡേ അക്കൗണ്ട് ഉണ്ട്. റെയിനി ഡേ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ആകസ്മികമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ പിടിച്ചു നിർത്താനുള്ള റെയിനി ഡേ അക്കൗണ്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് എനിക്കൊരു 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ട് വന്നു, നെറ്റ് എല്ലാം കഴിഞ്ഞു വന്നു.
ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 2 to 3 to 4 lakhs ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ഇൻ മീ. ഇതിൽ നിന്ന് ഒരു 2 lakhs എന്റെ കസ്റ്റമറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 6 lakhs കഴിഞ്ഞു. ഇതിന്റെ അകത്തുനിന്ന് ഒരു 1 lakh ഞാൻ എന്റെ റെയിനി ഡേ അക്കൗണ്ട്, റെയിനി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എമർജൻസി ഫണ്ട് എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്, ഞാൻ വിളിക്കുന്നത് റെയിനി ഡേ അക്കൗണ്ട്. വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയാണ്. അത് എനിക്ക് വേണ്ടി മാത്രമുള്ള റെയിനി ഡേ ഫണ്ട് അല്ല ഞാൻ സൂക്ഷിക്കുന്നത്, എന്റെ കമ്പനിയിലെ എന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാലും കൊടുക്കാൻ എന്റെ കയ്യിൽ വേണം. മനസ്സിലാവുന്നു? ബാക്കി പൈസയാണ് നിങ്ങൾ ഈ പറയുന്ന FDയും ലാൻഡും കാറും വീടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 50% പോകുന്നത് എന്നിലേക്കും എന്റെ ബിസിനസിന്റെയും ഏണിംഗ് എബിലിറ്റി കൂട്ടാൻ. 10% പോകുന്നത് എമർജൻസി ഫണ്ടിലേക്ക്. 40% ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് എന്റെ പെർസെൻറ്റേജ് ആണ്. നിങ്ങളുടേത് ഇങ്ങനെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ ഇതൊന്നും പറയുന്നത് ലോജിക്കൽ അല്ല, ഇതൊക്കെ സൈക്കോളജിക്കലാണ്. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ലോജിക്കൽ. ഇവിടെ ഇരിക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയായിരിക്കും മണ്ടത്തരമാണ്. ആയിക്കോട്ടെന്നേ, ഈ മണ്ടത്തരം വെച്ചിട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോളിസിയുടെ പുറകിന് പോയിരുന്നെങ്കിൽ ഇന്നും ഐ വിൽ ബി എ ബ്രോക്ക്. അതുകൊണ്ട് ഈ മണ്ടത്തരം എനിക്ക് ഇഷ്ടമാണ്. ഈ മണ്ടത്തരം എനിക്ക് ഇഷ്ടമാണെന്ന്. എന്റെ ഏണിംഗ് എബിലിറ്റിയിലും എന്റെ ബിസിനസിന്റെ ഏണിംഗ് എബിലിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് മറ്റൊരിടത്ത് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്നെ കാണിച്ചതാണേ. ഒരു കാര്യം കൂടെ ഉറപ്പ് വേണം, അത് നമ്മുടെ സ്വീറ്റ് സ്പോട്ട് ആണെന്നും അത് നമ്മളുടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും ഉറപ്പ് വേണം. അപ്പം എന്താണ് വെൽത്ത്? നിങ്ങളുടെ കയ്യിൽ എത്ര വെൽത്ത് ഉണ്ട് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. ഹൗ വെൽത്തി യു ആർ. അപ്പൊ ആനന്ദ് മനസ്സിൽ വിചാരിക്കും 15 കോടി, അസ്മലയ്ക്ക് വിചാരിക്കും 10 കോടി, അസീസിക്ക് വിചാരിക്കും 5 കോടി, മറ്റൊരാൾ വിചാരിക്കും 1 ലക്ഷം, മറ്റൊരാൾ വിചാരിക്കും 50,000, മറ്റൊരാൾ വിചാരിക്കും എന്റെ ഈ വെൽത്തേ ഇല്ല. എങ്ങനെയാണ് ഈ വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറിയോ? എങ്ങനെയാണ് വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ഡോളറിലോ ദറംസിലോ റിയാലിലോ ഇന്ത്യൻ റുപ്പിയിലോ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, നെറ്റ് വർത്ത് അല്ല. വെൽത്ത് കാൽക്കുലേഷൻ എന്നാൽ എന്ത്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടെൻഷനൊന്നും അടിക്കത്തില്ലല്ലോ, പേടിക്കത്തില്ലല്ലോ, പ്രഷറൊന്നും കൂടി കുഴഞ്ഞു വീഴത്തൊന്നും ഇല്ലല്ലോ. കുഴഞ്ഞു വീണ് ചത്താലും കുഴപ്പമില്ല. കേട്ടോ, വെൽത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര പണം നമ്മുടെ കയ്യിലുണ്ട് എന്നതിനെ ബേസ് ചെയ്തല്ല. ഇറ്റ്സ് നോട്ട് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ മണി, ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ടൈം. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ടൈം. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇന്നിവിടെ പലരും ഒന്ന് പെടയും. ഇറ്റ്സ് കാൽക്കുലേറ്റഡ്. വെൽത്ത് ഈസ് how much time you get. എന്താ സീസിക്ക? വെൽത്ത് ഈസ് how much time you get. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇന്ന് ഈ കൂട്ടത്തിൽ ഒരാളുടെ ഇൻകം മൊത്തത്തിൽ അങ്ങ് നിൽക്കുകയാണ്. യുവർ ഇൻകം സ്റ്റോപ്പ് ടുഡേ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഇൻകം നിന്നു. അതായത് ഇന്നത്തെ നിങ്ങളുടെ ഏണിങ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നായിക്കോട്ടെ, നിങ്ങളുടെ ആക്റ്റീവ് ഇൻകത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുഴുവൻ വരുമാനവും നിന്നു. ഇന്നു മുതൽ നിങ്ങൾക്ക് 1 രൂപ കിട്ടത്തില്ല. 1 രൂപ കിട്ടത്തില്ല. അപ്പൊ എങ്ങനെയാണ് വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം ആനന്ദിന്റെ വെൽത്ത്, ലെറ്റ്സ് സേ ആനന്ദ് ചിരിക്കുന്നു, 10 കോടി രൂപയാണ് എന്നിരിക്കട്ടെ. അസ്മലിക്കാണത് ലെറ്റ്സ് സേ 5 കോടി രൂപയാണ്. അസീസിക്കാണത് ലെറ്റ്സ് സേ 1 കോടി രൂപയാണ്. ഓക്കെ, മറ്റൊരാളിൻ്റെത് നമ്മുടെ മൻസൂറിക്കാണത് ലെറ്റ്സ് സേ 1 ലക്ഷം രൂപയാണ്. ഷായ് ചേട്ടൻ്റെത് ലെറ്റ്സ് സേ എന്താണ്, പുള്ളിക്കാരന് 10 ലക്ഷം രൂപ കടമുണ്ട്.
5 പേരുടെ കാര്യമാണ്. ഒരാൾക്ക് 10 കോടി രൂപയുണ്ട്, ഒരാൾക്ക് 5 കോടി രൂപയുണ്ട്, ഒരാൾക്ക് 1 കോടിയുണ്ട്, ഒരാൾക്ക് 1 ലക്ഷം ഉണ്ട്, ഒരാൾക്ക് 10 ലക്ഷം കടമുണ്ട്. എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നതെന്ന് അറിയും? ഇന്ന് ഞാൻ വർക്കിംഗ് നിർത്തിയാൽ എൻ്റെ വരുമാനം നിന്നു, എൻ്റെ ആക്റ്റീവ് ഇൻകം എല്ലാം നിന്നു. ഓക്കെ, ഇനി നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അതേ ലൈഫ് സ്റ്റൈല് തുടരാൻ, ഇതേ ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര നാള് നിങ്ങൾക്ക് പറ്റും? ഹൗ മെനി ഡേയ്സ്, ഹൗ മെനി മന്ത്സ് ഓർ ഹൗ മെനി ഇയേഴ്സ് യു ക്യാൻ ലിവ് ദ സെയിം ലൈഫ് സ്റ്റൈൽ? അപ്പം ലെറ്റ്സ് സേ നമ്മുടെ ആനന്ദിന്റെ ഒരു മാസത്തെ ചെലവെന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഓക്കെ, 10 ലക്ഷം രൂപയാണ്. അല്ല, നമുക്ക് കണക്ക് 10 ലക്ഷം പെർ മന്ത്. അങ്ങനെ ആണെങ്കിൽ ആനന്ദിന് എത്ര നാള് ജീവിക്കാൻ പറ്റും? അതാണ് ആനന്ദിന്റെ വെൽത്ത്. ഇപ്പൊ ഒരു ഉത്തരം കിട്ടും. ഒരു മാസം 10 ലക്ഷം വെച്ചിട്ട് 10 മാസം കൊണ്ട് 1 കോടി രൂപ തീരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 കോടി രൂപ തീരാൻ എത്ര മാസം വേണം, എത്ര നാള് വേണം, എത്ര വർഷം? ഒന്ന് കണക്ക് കൂട്ടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു പെട്ടെന്ന്. കണക്ക് കൂട്ട്. 10 കോടി 10 ലക്ഷം വെച്ചിട്ട് ചെലവാക്കിയാൽ എത്ര മാസം ഉണ്ട്, അല്ലെങ്കിൽ എത്ര വർഷമുണ്ട്? പെട്ടെന്ന്. സർ 10 വർഷം. 10 വർഷം. ഓക്കെ, 10 years. ഓക്കെ, അസ്മലിക്കയ്ക്ക് 5 കോടിയുണ്ട്. അസ്മലിക്കയുടെ ചെലവും 10 ലക്ഷം രൂപയാണ്. എത്ര നാള് പറ്റും? 5 വർഷം അല്ലേ? 5 വർഷം. അസീസിക്കയ്ക്ക് 1 കോടി രൂപയുണ്ട്. ഇതേ ചെലവ് തന്നെയാണ് അസീസിക്കയ്ക്കും. ഓക്കെ, 10 ലക്ഷം. എത്ര വർഷം പറ്റും? 10 മാസം അല്ലേ? മൻസൂറിക്കയ്ക്ക് ആകെ 10 ലക്ഷം രൂപയെ കയ്യിലുള്ളൂ. ഒരു മാസത്തെ ചെലവ് 10 ലക്ഷം രൂപയാണ്. എത്ര പറ്റും? 1 മാസം. ഷായി ചേട്ടന് 10 ലക്ഷം രൂപ ഓൾറെഡി കടവാണ്. വരുമാനവും നിന്നുപോയി. അടുത്ത മാസം എന്തായി? 20 ലക്ഷം രൂപ കടവായി. ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. കയ്യിലുള്ള എല്ലാം കൂടെ വെച്ചിട്ട്, ഇന്നത്തെ എക്സ്പെൻസും കൂടെ വെച്ചിട്ട്, ബേസ്ഡ് ഓൺ ഹൗ മെനി ഇയേഴ്സ് യു ഗെറ്റ്. ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നത്, കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ആനന്ദാണ്. കാരണം എന്താ? 10 വർഷത്തേക്ക് ആനന്ദ് കൺസേർഡ് ആവണ്ട. അസ്മലിക്ക് 5 വർഷത്തേക്ക് കൺസേർഡ് ആവണ്ട. പക്ഷെ ബാക്കി താഴോട്ട് വരുന്തോറും ടെൻഷൻ കൂടി. ഇവിടെ ഒറ്റയടിക്ക് 20 ലക്ഷമായി കടം ഇരട്ടിച്ചു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ള വെൽത്ത് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് നോക്കിയാൽ മതി. എത്ര മാസം കിട്ടുമെന്നും, ചിലർക്ക് ദിവസമേ കിട്ടത്തുള്ളൂ, ചിലർക്ക് ഒരു ദിവസം പോലും കിട്ടത്തില്ല. ദാറ്റ് മച്ച് വെൽത്തി യു ആർ. അതാണ് നിങ്ങളുടെ വെൽത്ത്. എങ്ങനെയുണ്ട് കണക്ക്? അപ്പൊ എത്ര നാൾ ഇനി 1 രൂപ വരുമാനം ഇല്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, അത് തീരുമാനിക്കും ഹൗ മച്ച് വെൽത്തി യു ആർ. അപ്പൊ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ? ഓർക്കുന്നോ? മേക്കിംഗ് മണി, സേവിങ് മണി, ഇൻവെസ്റ്റിംഗ് മണി. എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞത്? ഇത് ആക്റ്റീവ് ഇൻകം നിന്നാ പോയാലുള്ള കാര്യമാണ്. അപ്പോഴും പാസീവ് ഇൻകം അവിടെ ഉണ്ടെങ്കിൽ, ഇതേ 10 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടാനുള്ള റെന്റൽ ഇൻകം ആനന്ദിനുണ്ടെങ്കിൽ, മറ്റേ കാശുള്ള സമയത്ത് ആനന്ദ് ഒരു കാര്യം ചെയ്തായിരുന്നു. കുറച്ച് ലാൻഡ് മേടിച്ച് അതിൻ്റെ അകത്ത് ഒരു ബിൽഡിംഗ് അടിച്ചത് വാടകയ്ക്ക് കൊടുത്തായിരുന്നു ബാങ്കുകൾക്ക്. അവിടുന്ന് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഈ 10 കോടി രൂപ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും. കാരണം എന്താ? പാസീവ് ഇൻകം വന്ന് അതിനെ കവർ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വല്ല ബോധ്യമുണ്ടോ? നമ്മുടെ വിചാരം എന്നും പണിയെടുത്തോണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുമെന്നാ. തെറ്റാ. അങ്ങനെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് മാത്രമേ നിങ്ങൾക്ക് ഇന്ന് വരുമാനം ഉള്ളെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ.
അങ്ങനെ ആ ബാങ്കിന് കൊടുക്കുന്ന ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് മേടിക്കാനുള്ള കഴിവ് എനിക്ക് വേണം. ആ കഴിവ് ഉണ്ടാകണമെങ്കിൽ തുടക്കം കിട്ടുന്ന പൈസ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്റെ ഏണിംഗ് എബിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ആ പാസീവ് ഇൻകത്തിനുള്ള സോഴ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഇന്നത്തെ എബിലിറ്റി വെച്ച് പോയി കഴിഞ്ഞാൽ അന്നന്ന് ജീവിക്കാനുള്ളത് മാത്രമേ നിങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കൂടിപ്പോയാൽ 1 കൊല്ലം, അല്ലെ 1 മാസം, അല്ലെ 5 കൊല്ലം, അതിന്റെ അപ്പുറത്തോട്ടില്ല. ഇതാണ് ആക്റ്റീവ് ഇൻകത്തിന്റെ പ്രശ്നം. എന്തുകൊണ്ട് യു ഷുഡ് സേവ് ആൻഡ് ഇൻവെസ്റ്റ്? അപ്പം ഇന്നു മുതൽ നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എന്ത് വന്നാലും വിടരുത്. നിങ്ങളുടെ കസ്റ്റമറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ കൂടെ നിർത്താനുള്ള എന്ത് വന്നാലും വിടരുത്. കൈവച്ചു. ഒരിക്കലും നഷ്ടമാവില്ല. 100% ഉറപ്പ്. അപ്പൊ ശരി, കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.